നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 കെമിസ്ട്രി ക്രിസ്മസിന് എന്തൊക്കെ പഠിക്കണം അല്ലേ? നമ്മൾ ആദ്യം എന്തൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. അല്ല ചുമ്മാതെ ഒരിടത്തുനിന്ന് അങ്ങ് തുടങ്ങുക, അതൊന്നും പരീക്ഷയ്ക്ക് വരാതിരിക്കുക, നമ്മൾ എന്തെന്നില്ലാതെ പോവുക, മാർക്ക് കിട്ടുന്നില്ല, സന്തോഷപൂർവ്വം പോവുക, ഇങ്ങനെ പോകാനുള്ള സമയം നമുക്കില്ല. ഇപ്പം നമ്മൾ വളരെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് പബ്ലിക് എക്സാം നേടാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് പ്രാക്ടിക്കലിൻ്റെ കാലമാണ്. ഇപ്പം നമ്മളുടെ സിനിമയിൽ പറയുന്ന പോലെ ഇതൊക്കെ ഇനിയും അയാളുടെ കാലമല്ലേ എന്ന് പറയുന്ന പോലെയാണ്. ഇനിയൊക്കെ പ്രാക്ടിക്കൽ ജനുവരി ഫെബ്രുവരി ഒരു പകുതി വരെ പ്രാക്ടിക്കൽ അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമുക്കൊന്നും സമയമില്ല തിയറി പഠിക്കാൻ. അതായത് ബുദ്ധിപൂർവ്വമായിട്ട് ഓരോ സബ്ജക്റ്റ്, ഫിസിക്സിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കെമിസ്ട്രിയുടെ നിങ്ങളൊന്ന് കേൾക്കുക, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കെമിസ്ട്രിക്ക് ഓർഗാനിക്കാണ് 4 ചാപ്റ്റർ പ്രധാനമായിട്ടും. ഓർഗാനിക്കൂടെ അടങ്ങുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ എരൈൻസ്, ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്, ആൽഗഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഈ 4 ചാപ്റ്ററാണ് സെക്കൻഡ് ടൈമിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിൽ ഏകദേശം 10 മുതൽ 20% വരെ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നും സെക്കൻഡ് ടൈമിൽ നിന്ന് 80% ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഇതിനകത്തും പറയുന്നു, നിങ്ങൾ ഈ 4 ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ സുവർണ്ണ നേട്ടമാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു ചാപ്റ്ററെ പഠിച്ചുള്ളെങ്കിൽ സെക്കൻഡ് ടൈമിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒറ്റ ചാപ്റ്ററെ പഠിച്ചുള്ളെങ്കിൽ അല്ലെങ്കിൽ 2 ചാപ്റ്ററെ പഠിച്ചുള്ളെങ്കിലും അത് വൃത്തിയായിട്ട് പഠിച്ച് ക്ലീൻ ചെയ്ത് വെക്കണം, പെർഫെക്റ്റ് ഓക്കെ ആക്കണം. എന്തിനാണെന്നറിയാമോ? വീണ്ടും പബ്ലിക് എക്സാം വരുമ്പം ആദ്യം മുതൽ വീണ്ടും പഠിക്കാനായിട്ട് അത് വരരുത്. പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്ന സാധനം പിന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ നമ്മുടെ തലയിൽ അത് മെമ്മറിയിൽ അത് നിൽക്കും എന്നുള്ള ഉറപ്പാണ്. അന്നേരം ബാക്കി ആദ്യത്തെ സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും D&F ബ്ലോക്കും കെമിക്കൽ കൈനറ്റിക്സിനും ഒക്കെ സോർട്ട് ചെയ്ത് കുറച്ച് നമ്മളും ഇപ്പം അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തരും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും. അതിനനുസരിച്ച് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഈ 4 ചാപ്റ്റർ ഓർഗാനിക്കാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 80% 90% മാർക്ക് ഓർഗാനിക്കിൽ നിന്നായിരിക്കും. ചോയ്സ് കളഞ്ഞിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിന് കിട്ടും. കാരണം ഈ 4 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മുതൽ ഈ പറഞ്ഞ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് വരെയുള്ളത് കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് 4 എണ്ണം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. മാത്രമല്ല പബ്ലിക് എക്സാമിന് അതൊരു മുതൽക്കൂട്ടാകുകയും ചെയ്യും. ഓക്കെ, അന്നേരം സെക്കൻഡ് ടൈമിലേക്കുള്ള പോർഷൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനം എടുക്കുക. ഉചിതമായ തീരുമാനം പെർഫെക്റ്റായിട്ട് എടുക്കേണ്ട സമയമാണ് ഇത്. ഉറപ്പായിട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, പഠിക്കേണ്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ള വീഡിയോസും അതിൻ്റെ നോട്ട്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. എല്ലാ വിഷയങ്ങളുടെയും നല്ലതുപോലെ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.